പങ്കുപൊട്ടി പറഞ്ഞു, കർത്താവേ, നിനക്കും നിന്റെ അഭിഷിക്തനും വിരോധമായി അധിപതികൾ എഴുന്നേൽക്കുന്നു, അവരൊന്നിച്ചു കൂടുന്നു, അവരണിനിരക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, സത്യത്തെ വെള്ളിയാഴ്ച കല്ലറ കൊണ്ടുവച്ചാലും, സത്യത്തെ ആണി അടിച്ചാലും, ഞായറാഴ്ച ഇത് പൊളിച്ചു പുറത്തു വരും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി. നിന്റെ ആത്മീക ശുശ്രൂഷയിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, എവിടെങ്കിലും ഏതെങ്കിലും മേഖലയിൽ മകളെ നീ ടയേർഡാണോ? നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ, നിങ്ങളുടെ ദൈവദാസൻ എന്ന നിലയിൽ സ്നേഹത്തോടെ പറയാം, നീ തകർന്നു പോകത്തില്ല. നീ തകർന്നു പോകത്തില്ല. വിശ്വസിക്കുന്നവരൊന്ന് നീ തകർന്നു പോകത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. വിശ്വസിക്കുന്നു. വായി തുറന്ന് പറഞ്ഞേ, എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി ലഭിച്ചു. അടുത്തിരിക്കുന്ന പറഞ്ഞേ, അത് മതി എന്ന് പറഞ്ഞേ. His grace is sufficient. What you are facing today? What is your circumstances? What is your challenge? നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തോ ആകട്ടെ, നിങ്ങളുടെ വെല്ലുവിളികൾ എന്തോ ആകട്ടെ, നീ കർത്താവിന് വേണ്ടി നിൽക്ക്. ഒരു ചുവട് പോലും പുറകോട്ട് പോകരുത്. ഒരു സഭായോഗം പോലും നീ മുടക്കരുത്. ഞാൻ എഴുതി തരാം, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. മറ്റൊന്നുമല്ല, കർത്താവ്, ഈ വർഷം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിന്റെ ആലോചന ഇതാണ്. ഞങ്ങളൊരു പ്രതികൂലത്തിലൂടെ പോയെങ്കിൽ, ഒരു പ്രതികൂലങ്ങളും നിന്റെ അവസാനമല്ലെന്നും, ഒരു വെല്ലുവിളികളും നിന്റെ അവസാനമല്ലെന്നും, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് പരിധികളും പരിമിതികളുമില്ലെന്നും, അതേ സമയങ്ങളിൽ ദൈവം പ്രൂവ് ചെയ്യും. നിന്റെ ഭാഗത്ത് സത്യമുണ്ടോ? നീ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായി നിന്ന വ്യക്തിയാണ്. നീ നിസ്വാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനാണോ? ജോസഫേ, ആരൊക്കെ നിനക്കെതിരായാലും, നിന്നെ പൊട്ടക്കിണറ്റി തള്ളിയിട്ടാലും, നിന്നെ അടിമച്ചന്തയിൽ വിവസ്ത്രനായി നിർത്തിയാലും, നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചാലും, നിന്റെ സ്വപ്നമേ നടക്കത്തുള്ളൂ. നിന്റെ സ്വപ്നമേ നടക്കൂ. നിന്റെ സ്വപ്നമേ നടക്കത്തുള്ളൂ. ഓ ഹല്ലേലൂയ. മകളെ, പുരുഷന്മാരുടെ ഭാഗത്ത് ഈ സൈഡിൽ നിങ്ങൾ ഏതെങ്കിലും ചലഞ്ചസിലൂടെ പോകുന്നുണ്ടോ? നെവർ ഗിവ് അപ്പ്. ഒരിക്കലും പുറകോട്ട് പോകല്ലേ. ദൈവത്തെ ചോദ്യം ചെയ്യല്ലേ. അവിശ്വസിക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. മെഗീബോശത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ അപ്പനും വല്യപ്പനും എല്ലാം നഷ്ടപ്പെടാൻ അവനൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ, ആ മെഗീബോശത്തിനെല്ലാം മടക്കി കൊടുക്കാൻ മറ്റൊരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, വീണ്ടും എന്റെ വായിൽ ആ വാക്ക് തന്നെ വരികയാണ്. നീയും നിന്റെ തലമുറയും നിന്റെ കുടുംബവും ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഇല്ല 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 ദൈവം അനുവദിക്കില്ല അതിന്. ഇല്ല 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 ദൈവം അതിന് അനുവദിക്കില്ല. ദൈവം അതിന് അനുവദിക്കില്ല. ഓ ഹല്ലേലൂയ.
ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇവരുടെ മേൽ ആ ധാരാളമായ കൃപ വീഴട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ദൈവവചന ധൈര്യത്തോടെ പ്രസ്താവിച്ചെഴുതിയിരിക്കുന്ന പോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ, ഒരു അവന്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നത് പോലെ, Lord, I release that great grace upon them, great grace upon their own ministry, great grace upon their own family, Lord. അവരുടെ കുടുംബത്തിൽ, അവരുടെ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും കർത്താവേ, ഇതിനകത്ത് വന്നു കയറിയവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു.